ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റേഴ്സ്. ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള മെത്തേഡാണ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷനിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സെക്ഷൻ്റെ രണ്ട് ഭാഗത്തുള്ള അല്ലെങ്കിൽ രണ്ട് എൻഡിലുള്ള കറണ്ട് നമ്മൾ കമ്പയർ ചെയ്യും. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഈ ഒരു പ്രൊട്ടക്റ്റഡ് സെക്ഷൻ്റെ രണ്ട് ഭാഗത്തുള്ള കറണ്ട് സെയിം ആയിരിക്കും. എന്നാൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഈ പ്രൊട്ടക്റ്റഡ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തുള്ള കറണ്ട് ഡിഫറൻ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അൺഈക്വലായിട്ട് മാറും. അങ്ങനെ ഈ അൺഈക്വലായിട്ട് കറണ്ട് മാറിക്കഴിഞ്ഞാൽ ഈ കറണ്ടിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് നമ്മൾ റിലേൻ്റെ ഓപ്പറേറ്റിംഗ് കോയിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നോർമൽ കേസിൽ രണ്ട് ഭാഗത്തുള്ള കറണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു കറണ്ടിന് ഡിഫറൻസ് ഇല്ല, രണ്ട് ഭാഗത്തുള്ള കറണ്ടും സെയിം ആണ്. അതുകൊണ്ട് തന്നെ നോർമൽ കേസിൽ ഈ റിലേ ഓപ്പറേറ്റിംഗ് കോയിലൂടെ കറണ്ട് പാസ് ചെയ്യൂല. എന്നാൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് കാരണം രണ്ട് ഭാഗത്തുള്ള കറണ്ട് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഈ റിലേ ഓപ്പറേറ്റിംഗ് കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുകയും അത് കാരണം നമ്മൾ ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ആകുകയും നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്, അതായത് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫ് ആൾട്ടർനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഫോം ഓഫ് പ്രൊട്ടക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് മേഴ്സ് പ്രൈസ് സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഈ ഒരു പ്രൊട്ടക്ഷനെ മേഴ്സ് പ്രൈസ് സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊട്ടക്ഷൻ നമ്മൾ പറയാറുണ്ട്. ഇനി ഒരു ഫിഗർ ഇവിടെ ശ്രദ്ധിക്കുക. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഓൾട്ടർനേറ്റർ ഉണ്ട്. ഈ ഓൾട്ടർനേറ്ററിൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, CT കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓൾട്ടർനേറ്ററിൻ്റെ ഈ ഒരു ഫേസിലൂടെ CT കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും CT കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും CT കണക്ട്. ഓരോ ഫേസിലും നമ്മൾ ഓരോ CT കണക്ട് ചെയ്യുന്നത് അതേ സെയിം CTകൾ, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള CTകൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എൻഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. CTൻ്റെ പ്രൈമറി ഭാഗമാണ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. CTൻ്റെ സെക്കൻഡറി ഭാഗം നമ്മൾ സ്റ്റാർ കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാർ കണക്ഷൻ ചെയ്തിട്ടുള്ള സെക്കൻഡറി ഭാഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിലേ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ടൈപ്പാണ്, അതായത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്ഷനുള്ള റിലേകളാണ്. ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. ക്വിക്കലി എന്ത് ചെയ്യും, അത് ക്ലിയർ ചെയ്യും. എത്രത്തോളം പെട്ടെന്ന് ക്ലിയർ ആക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് എന്ത് ചെയ്യും, അത് ക്ലിയർ ആക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റേനിയസ് ആക്ഷനുള്ള റിലേകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫിഗറിൽ നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ രണ്ട് ഭാഗത്തുണ്ടാകുന്ന കറണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ CTയിലുണ്ടാകുന്ന കറണ്ടും ഈ CTയിലുണ്ടാകുന്ന കറണ്ടും എന്നായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ രണ്ട് കറണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇതിൽ R1, R2, R3 എന്നുള്ള മൂന്ന് റിലേൻ്റെ ഓപ്പറേറ്റിംഗ് കോയിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. റിലേ 1, റിലേ 2, റിലേ 3 ഓപ്പറേറ്റിംഗ് കോയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് CTയിലുണ്ടാകുന്ന കറണ്ടും അല്ലെങ്കിൽ രണ്ട് ഭാഗത്തുള്ള കറണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ ഈ റിലേ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യൂല. റിലേ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ റിലേ കോയിൽ എനർജൈസ് ചെയ്യില്ല. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഈ പ്രൊട്ടക്റ്റഡ് സെക്ഷനിൽ ഇപ്പോൾ ഈ ഓൾട്ടർനേറ്ററിൽ ഇവിടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു, ഒന്നെങ്കിൽ ഫേസ് ടു ഫേസ് ഫോൾട്ട് ആകാം, അല്ലെങ്കിൽ എർത്ത് ഫോൾട്ട് ആകാം. അങ്ങനെ എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള കറണ്ടും ഈ ഭാഗത്തുള്ള കറണ്ടും എന്താകും, മാറും, ഡിഫറൻ്റ് ആയിട്ട് മാറും. ഈ ഭാഗത്തുള്ള കറണ്ടും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗത്തുള്ള കറണ്ടും ഡിഫറൻ്റ് ആയിട്ട് മാറും. അങ്ങനെ രണ്ട് കറണ്ടും ഡിഫറൻ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ടിൽ ഡിഫറൻസ് വന്നു. അങ്ങനെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ഈ R1യിലൂടെയും R2യിലൂടെയും R3യിലൂടെയൊക്കെ എന്ത് ചെയ്യും, പാസ് ചെയ്യും. R1, R2, R3യിലൂടെ പാസ് ചെയ്യും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൂടെ എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ റിലേ കോയിൽ എനർജൈസ് ചെയ്തിട്ട് നമ്മൾ ട്രിപ്പ് സർക്യൂട്ടിന് എന്ത് ചെയ്യും, അത് ക്ലോസ് ആക്കും. അങ്ങനെ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മളെ മേഴ്സ് പ്രൈസ് സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊട്ടക്ഷനിലെ ആൾട്ടർനേറ്റർ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും യൂസിങ് ഡിഫറൻഷ്യൽ കറണ്ട് മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫ് ആൾട്ടർനേറ്റേഴ്സിലൂടെ നമ്മൾ ചെയ്തു. ഇനി ഇതിന് ജസ്റ്റ് നോട്ട് നോക്കാം. ഇൻ ദിസ് പ്രൊട്ടക്ഷൻ കറണ്ട് അറ്റ് ദ ടു എൻഡ്സ് ഓഫ് പ്രൊട്ടക്റ്റഡ് സെക്ഷൻസ് ആർ കമ്പയർഡ്. ഈ ഒരു പ്രൊട്ടക്ഷനിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് സെക്ഷൻ്റെ രണ്ട് ഭാഗത്തുള്ള കറണ്ട് നമ്മൾ എന്ത് ചെയ്തു, കമ്പയർ ചെയ്തു. Under normal operating conditions, these currents are equal but may become unequal on the occurrence of fault in the protected section.
നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഈ കറണ്ട് ഈക്വൽ ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ, പ്രൊട്ടക്റ്റഡ് സെക്ഷനിൽ എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? അൺഈക്വൽ ആയിട്ട് മാറും. The difference of the currents under fault condition is arranged to pass through the operating coil of the relay. അങ്ങനെ രണ്ട് ഭാഗത്തുള്ള കറണ്ടിലും അവിടെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ ആ വ്യത്യാസം, ആ കറണ്ടിലുണ്ടാകുന്ന വ്യത്യാസം നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് കോയിൽ, റിലേൻ്റെ ഓപ്പറേറ്റിംഗ് കോയിലിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്ത് വെച്ചു. ദ റിലേ ദെൻ ക്ലോസസ് ഇറ്റ് ഇസ് കോണ്ടാക്ട്സ് ടു ഐസൊലേറ്റ് പ്രൊട്ടക്ട് സെക്ഷൻ ഫ്രം ദ സിസ്റ്റം. അങ്ങനെ നമ്മൾ ആ ഡിഫറൻസ് കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിലേ എന്ത് ചെയ്യും? നമ്മളെ ട്രിപ്പ് സർക്യൂട്ടിൻ്റെ കോണ്ടാക്റ്റുകളെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പ്രൊട്ടക്റ്റഡ് സെക്ഷൻ എന്ത് ചെയ്യും? ഐസൊലേറ്റ് ചെയ്യും, സിസ്റ്റത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യും. ദിസ് ഫോം ഓഫ് പ്രൊട്ടക്ഷൻ ഇസ് നോൺ ആസ് മേഴ്സ് പ്രൈസ് സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊട്ടക്ഷൻ. ഈ ഒരു ടൈപ്പ് പ്രൊട്ടക്ഷനെ പറയുന്ന പേരാണ് മേഴ്സ് പ്രൈസ് സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു. ഇനി നമ്മളിതിൻ്റെ ഫിഗർ കാണിച്ചു. ഇതിൻ്റെ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ CT പെയർസ് CT1 CT2 ആർ പ്ലേസ്ഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ഈച്ച് വൈസ് ഓഫ് സ്റ്റേറ്റർ വൈൻഡിങ്. ഇവിടെ CT1ഉം അതേപോലെ CT2 എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് ഭാഗത്തും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റേറ്റർ വൈൻഡിങ്ങിന് രണ്ട് ഭാഗത്തും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ സെക്കൻഡറീസ് ഓഫ് ഈച്ച് സെറ്റ് CT ആർ കണക്റ്റഡ് ഇൻ സ്റ്റാർ. നമ്മൾ CTൻ്റെ സെക്കൻഡറീസ് സ്റ്റാർ കണക്ഷനാണ് ചെയ്തിട്ടുള്ളത്. The two neutral points and the corresponding terminals of two star groups being connected together by means of 4-core pilot cable. ഈ ന്യൂട്രൽ പോയിൻറ്റ്സും കറസ്പോണ്ടിങ് ടെർമിനൽസും, ഈ രണ്ട് സ്റ്റാറിൻ്റെയും കറസ്പോണ്ടിങ് ടെർമിനൽസും നമ്മൾ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-core ആയിട്ടുള്ള പൈലറ്റ് കേബിൾ ഉപയോഗിച്ച്, 4-core പൈലറ്റ് കേബിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. The relays are generally of electromagnetic type and are arranged for instantaneous action since fault should be cleared as quickly as possible. നമ്മൾ റിലേസ് ഇലക്ട്രോമാഗ്നറ്റ് ടൈപ്പ് ആയിരിക്കണം. അതേപോലെ അത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്ഷന് വേണ്ടി അറേഞ്ച് ചെയ്തായിരിക്കണം. കാരണം ഒരു ഫോൾട്ട് വന്നാൽ എത്രത്തോളം പെട്ടെന്ന് അത് ക്ലിയർ ആക്കാൻ പറ്റും അത്രത്തോളം പെട്ടെന്ന് എന്ത് ചെയ്ത് ക്ലിയർ ആക്കി മാറ്റണം അതിന് വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ നമുക്ക് പറയാനുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ദ കറണ്ട് അറ്റ് ദ ബോത്ത് എൻഡ്സ് ഓഫ് ഈച്ച് വൈൻഡിങ് വിൽ ബി ഈക്വൽ ആൻഡ് ഹെൻസ് ദ കറണ്ട് ഇൻ ദ സെക്കൻഡറീസ് ഓഫ് ടു CTs കണക്റ്റഡ് ഇൻ എനി ഫേസ് വിൽ ആൾസോ ബി ഈക്വൽ. Therefore, no current flows through the operating coil R1, R2, R3 of the relay. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമ്മളെ ഈ വൈൻഡിങ്ങിൻ്റെ രണ്ട് ഭാഗത്തുള്ള കറണ്ട് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ സീറ്റിൻ്റെ സെക്കൻഡറിയിലൂടെ ഉണ്ടാകുന്ന കറണ്ട്, രണ്ട് സീറ്റിലുണ്ടാകുന്ന കറണ്ട് സെക്കൻഡറിയിലുണ്ടാകുന്ന കറണ്ടും തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഓപ്പറേറ്റിംഗ് കോയിലൂടെ R1, R2, R3 എന്നുള്ള ഓപ്പറേറ്റിംഗ് കോയിലൂടെ കറണ്ട് പാസ് ചെയ്യൂല. When an earth fault or phase-to-phase fault occurs, differential current flowing through the relay circuit operates the relay to the trip circuit breaker. അവിടെ ഒരു എർത്ത് ഫോൾട്ടോ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഫോൾട്ടോ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? നമ്മളെ കറണ്ടിൽ എന്ത് ചെയ്യും? ഡിഫറൻസ് വരും. അങ്ങനെ ആ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ കറണ്ട് നമ്മൾ റിലേ സർക്യൂട്ടിൻ്റെ ഓപ്പറേറ്റിംഗ് കോയിലൂടെ ഓപ്പറേറ്റ് ചെയ്യും അല്ലെങ്കിൽ വർക്ക് ചെയ്യും. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിലേ സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് സർക്യൂട്ട് ബ്രേക്കറിന് എന്ത് ചെയ്യും? ട്രിപ്പ് ചെയ്ത് കളയും. ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. ഇപ്പോൾ നമ്മൾ കോമൺ ട്രാൻസ്ഫോമറിൻ്റെ ഫോൾട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓപ്പൺ സർക്യൂട്ട് ആകാം, രണ്ട് ഓവർ ഹീറ്റിംഗ് ആവാം, മൂന്ന് വൈൻഡിങ് ഷോർട്ട് സർക്യൂട്ട് ആവാം. വൈൻഡിനകത്ത് ഷോർട്ട് സർക്യൂട്ട് വരാം. എക്സാമ്പിളായിട്ട് എർത്ത് ഫോൾട്ട്, ഫേസ് ടു ഫേസ് ഫോൾട്ട് ആൻഡ് ഇൻറ്റേൺ ടേൺ ഫോൾട്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിൽ വരുന്ന മെയിൻ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ. ഇനി ഫസ്റ്റത്തെ ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഫോർ ട്രാൻസ്ഫോമർ. എന്തൊക്കെ പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ് ട്രാൻസ്ഫോമറിലുള്ളത് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്താണ് ബുക്കോൾസ് റിലേ, രണ്ടാമത്താണ് എർത്ത് ഫോൾട്ട് റിലേ, മൂന്നാമത്താണ് ഓവർ കറണ്ട് റിലേ, നാലാമത്താണ് ഡിഫറൻഷ്യൽ റിലേ. ഇതിൽ ബുക്കോൾസ് റിലേ നോക്കാം. ബുക്കോൾസ് റിലേ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻസിപ്പിയൻറ്റ് ഫോൾട്സ്, slower developing faults such as insulation failure of winding, core heating, fall of oil level due to leaky joints etc. അതായത് ഇത് ബുക്കോൾസറിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസിപ്പിയൻറ്റ് ഫോൾട്ടിനാണ്. ഇൻസിപ്പിയൻറ്റ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ മെല്ലെ ഡെവലപ്പ് ചെയ്യുന്ന മെല്ലെ എന്ത് ചെയ്യുക ഡെവലപ്പ് ചെയ്യുന്ന ഫോൾട്ടുകൾ. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് എന്തുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു പ്രശ്നം അങ്ങനെ കാലങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും മെല്ലെ വരുന്ന അത്തരത്തിലുള്ള ഫോൾട്ടുകൾ ഇൻസിപ്പിയൻറ്റ് ഫോൾട്ട് പറയാം. സച്ചാസ് ഇൻസുലേഷൻ ഫെയിലർ വരിക, അതേപോലെ പിന്നെ
കോർ ഹീറ്റിങ് വരിക, ഫാൾ ഓഫ് ഓയിൽ ലെവൽ ഡ്യൂ ടു ലീക്ക് ജോയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഓയിൽ ലെവൽ എന്ത് വരിക, കുറവ് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ശരിക്കും ബുക്കോൾസ് റിലേ, അല്ലെങ്കിൽ റിലേയാണ് ബുക്കോൾസ് റിലേ എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമതാണ് എർത്ത് ഫോൾട്ട് റിലേസ്. എർത്ത് ഫോൾട്ട് റിലേ എന്നാണ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് എർത്ത് ഫോൾട്ട് ഓൺലി. നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ എർത്ത് ഫോൾട്ടിന് മാത്രം എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് എർത്ത് ഫോൾട്ട് റിലേ എന്ന് പറഞ്ഞാൽ. മൂന്നാമത്താണ് ഓവർ കറണ്ട് റിലേ. ഓവർ കറണ്ട് റിലേ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ മെയിൻലി അഗൈൻസ്റ്റ് ഫേസ് ടു ഫേസ് ഫോൾട്ട്സ് ആൻഡ് ഓവർലോഡിങ്. ഇവിടെ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഫേസ് ടു ഫേസ് ഫോൾട്ടിനും അതേപോലെ ഓവർലോഡിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ടൈപ്പ് ഓവർ കറണ്ട് റിലേ ഉപയോഗിക്കുന്നത്. ഡിഫറൻഷ്യൽ സിസ്റ്റം പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ബോത്ത് എർത്ത് ആൻഡ് ഫേസ് ഫോൾട്ട്. ഡിഫറൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എർത്തും ഫേസും തമ്മിലുള്ള എർത്ത് ഫാൾട്ടും അതേപോലെ ഫേസ് ഫാൾട്ടും വരുന്ന സമയത്ത് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഡിഫറൻഷ്യൽ സിസ്റ്റംസ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. രണ്ട് ഫാൾട്ടും വരാമെന്നുണ്ടെങ്കിൽ, രണ്ട് ഫാൾട്ടും അല്ലെങ്കിൽ ഒരു ഫാൾട്ട് ഏതെങ്കിലും ഒരു ഫാൾട്ട് വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാം, ഡിഫറൻഷ്യൽ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.